കുറേ ദിവസത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ 10 അടിയുടെ ഒരു റോൾ ഫ്ലെക്സ് ഏകദേശം 320 GSM കനം വരുന്ന 50 മീറ്റർ നീളം വരുന്ന ഒരു റോൾ ഫ്ലെക്സ് ഇന്ന് നമ്മുടെ ഫാമിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബൾക്ക് ഗപ്പി പ്രൊഡക്ഷനെ കുറിച്ചാണ്. നമ്മുടെ ഫാമിൽ നമ്മളിപ്പോൾ ഡയമണ്ട് ബ്ലൂ, ഡോർസൽ ബ്ലൂ എന്നൊക്കെ പറഞ്ഞ ഒരു വെറൈറ്റി ഗപ്പി ഉണ്ട്. കറക്റ്റ് പേരെന്താണെന്ന് അറിയില്ല. ഡയമണ്ട് ബ്ലൂ, ഡോർസൽ ബ്ലൂ എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ വെറൈറ്റി ഗപ്പിനെ നമ്മൾ ബൾക്കാക്കി ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഇപ്പോൾ ബാക്കിൽ കാണുന്ന നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഗപ്പി ട്രാഗുകളിലായിട്ട് ഇതിൽ ഒരു 4-5 പാത്രങ്ങളിലായിട്ട് ഒരുപക്ഷെ ഈ ഡോർസൽ ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടി നമ്മൾ ഫ്ലെക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ നിലവിൽ മെറ്റാലിക് ബ്ലൂ എന്ന് പറഞ്ഞ ഗപ്പിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ മെറ്റാലിക് ബ്ലൂ ഗപ്പിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സഡ് ഗപ്പി ആക്കിയിട്ട് മാറ്റാനുള്ള ആണ് പോകുന്നത്. അപ്പോൾ മിക്സഡ് ഗപ്പിയുള്ള ബൾക്ക് പ്രൊഡക്ഷൻ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സിംഗിൾ വെറൈറ്റി ഗപ്പി നമുക്ക് എന്ത് ചെയ്യാം, ബൾക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയുക. നിലവിൽ ഡയമണ്ട് ബ്ലൂ അല്ലെങ്കിൽ ഡോർസൽ ബ്ലൂ എന്നിട്ട് പേരിട്ട് വിളിക്കുന്ന ഗപ്പിനെ നമ്മളാക്കിയുള്ളത് ഈ ഒരു ടാങ്കിലാണ്. ഈ ഒരു ടാങ്ക് വാട്ടർ ക്വാളിറ്റി ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നല്ല പക്ക ക്ലിയർ വാട്ടർ തന്നെയാണ്. ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് ഉണ്ട്. അടിത്തട്ടിൽ അഴുക്ക് കാണുന്നുണ്ട്. അഴുക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗപ്പിനാണ് ബൾക്കായിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ടാങ്ക് നമ്മൾ ക്ലീൻ ആക്കാനുള്ള പ്രധാന റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം ബിഗ് ഇയർ വെറൈറ്റി ഗപ്പീസിനെ കൊണ്ടുവരണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അത്യാവശ്യം ബ്രീഡർമാർക്കൊക്കെ അറിയപ്പെടുന്ന ഒരു ബ്രീഡർ കയ്യിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ബിഗ് ഇയർ മാത്രം ചെയ്യുന്ന ഒരു ആളാണ്. ഒരു ക്ലൂ തന്നതാണ് ബിഗ് ഇയർ മാത്രം ചെയ്യുന്ന ആളാണെന്നുള്ളത്. നമുക്ക് വരും ദിവസങ്ങൾ അതിന് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ പോകണം. അവിടുന്ന് ഗപ്പീസിനെ കൊണ്ടുവരണം എന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഈ ഗപ്പികളൊക്കെ നമുക്ക് പിടിച്ച് മാറ്റാനുണ്ട്. മാറ്റി കഴിഞ്ഞ ശേഷം ബൾക്കായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി തന്നെ ഈ ഒരു ടാങ്ക് ഫ്രീ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു ടാങ്കിൽ അടുത്ത ദിവസം വരുന്ന ഗപ്പികൾക്ക് വേണ്ടിയിട്ട് വെള്ളം ഇന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടീഷൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാനുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിനെ പിടിച്ച് മാറ്റാനുള്ള കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ടാങ്കിൽ നിന്ന് നമ്മുടെ ഡയമണ്ട് ബ്ലൂവിനെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തുണ്ട് ഇത്രയും സ്റ്റോക്കാണ് ഇതിനകത്തുണ്ടായിരുന്നത്. നിലവിൽ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു. ബാക്കി വന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളെയും നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ ഡയമണ്ട് ബ്ലൂ, ഡോർസൽ ബ്ലൂ എന്ന് പറഞ്ഞ ഐറ്റാണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, തെറ്റില്ലാത്ത നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി തന്നെ ഇതിലുണ്ട്. പല സൈസായിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രീഡിംഗ് കേജ് ഇവിടെ നമ്മൾ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, നമ്മുടെ പുതിയ ടാങ്കിൻ്റെ സെറ്റപ്പിലേക്ക് ഇവരൊക്കെ മാറ്റാം. അങ്ങനെ നമ്മൾ ബൾക്ക് പ്രൊഡക്ഷൻ നടത്താൻ പോകുന്ന ടാങ്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ടാങ്കാണ് ഫ്ലെക്സ് കൊണ്ട് നേരത്തെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കാണുന്ന മെറ്റാലിക് ബ്ലൂവിനെ നമ്മൾ പഴയ ആ ക്വാളിറ്റി കീപ്പ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ മിക്സിലേക്കാണ് മാറ്റാൻ പോകുന്നത്. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി മീനുണ്ട്. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 50ൻ്റെ അടുത്ത് മീനുകളൊക്കെ ഇതിനകത്ത് കാണണം. അതുപോലെ തന്നെ തൊട്ട് പുറത്തെ ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റേ ചില്ലി മുസൈക്ക് ഉണ്ടല്ലോ, ചില്ലി മുസൈക്കിൻ്റെ അതുപോലെ തന്നെ തുടക്കം മുതൽ നമ്മുടെ ഫാമിൽ ഉണ്ടായിരുന്നതിന് പിന്നെ ക്വാളിറ്റി നഷ്ടപ്പെട്ടുള്ള ഒരു വെറൈറ്റിയാണത്. അപ്പോൾ ഇതിനകത്തേക്കാണ്, ഈ ഒരു ടാങ്കിനകത്തേക്കാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റാൻ പോകുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മീനിനെ നമുക്ക് ഇതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഈ ടാങ്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ഇതിലേക്ക് മാറ്റണം. മാറ്റി കഴിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. മിക്സഡ് ഗപ്പിക്ക് ഈ ടാങ്കല്ല യൂസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യാം, മിക്സഡ് ഗപ്പിക്കുള്ള വലിയൊരു സംഭവം നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിലുള്ള മീനുകളെ ഇങ്ങോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ ഈ ടാങ്കിലെ മീനുകൾ മൊത്തം പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അടിത്തട്ടിൽ നിന്ന് വെള്ളമൊക്കെ വേസ്റ്റൊക്കെ വലിച്ച് കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വെള്ളം നമുക്ക് ഈ ടാങ്കിൽ മൊത്തം വറ്റിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് ഫ്ലെക്സ് കൊണ്ട് നിർമ്മിച്ചാണ്. അതായത് ഈ ഫ്ലെക്സ്, ഒരൊറ്റ ഫ്ലെക്സ് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ പോയിട്ടുള്ള ഒരു വലിയ ടാങ്കാണിത്. 2ആയിട്ട് പാർട്ടീഷൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വെള്ളം മൊത്തം വറ്റിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ വെള്ളത്തിന് ലോഡ് കൂടിയിട്ട് ഇത് ഫ്ലെക്സ് അങ്ങോട്ട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ ഈ ടാങ്കിൻ്റെ പണികൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബൾക്കായിട്ട് നമ്മൾ ബലൂൺ പ്ലാറ്റ് ഉണ്ടല്ലോ, ബലൂൺ പ്ലാറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ, ഇതിനകത്ത് ഇലക്ട്രിക് ബ്ലൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ബ്ലൂ നമ്മുടെ ബലൂൺ പ്ലാറ്റും കൂടിയാണ് ഈ ടാങ്കിൽ ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ഈ 3 ടാങ്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ ടാങ്കായിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത ടാങ്കിലാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ഡോർസൽ ബ്ലൂ ഇറക്കി വിടാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കുറച്ചും കൂടി വെള്ളം റീഫിൽ ചെയ്യാനുണ്ട്. റീഫിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ ടാങ്കിൽ നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മളെ ബ്രീഡിംഗ് കേജ് നമ്മൾ ഇറക്കി വിടാൻ പോകാം.
അപ്പോൾ ബ്രീഡിംഗ് കേജ് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിട്ടാണ്, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇറക്കി വിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് കൊടുക്കാനും പറ്റും. കാരണം അതും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഈ ലൈഫ് പ്ലാന്റ്സും കൂടി ഒരു ചെറിയ രീതിയിൽ വളർന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അതും കൂടി ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പ്ലാന്റ്സും നമ്മൾ ഇതിനകത്ത് തന്നെ ഇതിൽ നിന്ന് എടുത്തത് വീണ്ടും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രീഡിംഗ് കേജിനകത്തേക്ക് നമ്മുടെ ഡയമണ്ട് ബ്ലൂവിൻ്റെ വലിയ സ്റ്റോക്കിനെ നമ്മളാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടി നമ്മളിനി ഇറക്കി വിടാൻ പോകണം. ഇതിനകത്ത് കണ്ടില്ലേ, കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചിട്ട് ഈ വെള്ളവും ആ വെള്ളം കൂടി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ചെറിയ ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഡോർസൽ ബ്ലൂവിൻ്റെ ബൾക്ക് പ്രൊഡക്ഷൻ അങ്ങനെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ വിശാലമായിട്ടുള്ള ഈ കുളത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങിയ കാരണം തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ ഗപ്പി ട്രയൽ ഗപ്പികൾ വലുതാവണക്കായി ഒന്നും കൂടി വലിപ്പം കൂടുതൽ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത ഇതുപോലുള്ള വലിയ കുളങ്ങളിൽ വളർത്തുമ്പോൾ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൾക്ക് പ്രൊഡക്ഷൻ എത്രത്തോളം സക്സസ് ആണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ അപ്ഡേഷനൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വലിയ സ്റ്റോക്ക് ഇതിലുണ്ടായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബ്രീഡായി കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ പുറത്ത് പോയിക്കോളും. ഇപ്പോൾ ബ്രീഡിംഗ് കേജും സക്സസ് ആയിട്ടുള്ള ഒരു മാർഗ്ഗം തന്നെയാണ്. പോരാത്ത നമ്മുടെ പ്ലാന്റ്സും ഇതിനകത്തുണ്ട്. ഒരു സിംഗിൾ വെറൈറ്റി ഗപ്പി ബൾക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മിക്സഡ് ഗപ്പി കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അതിനൊരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റീസ്റ്റാർട്ട് ചെയ്തിട്ട് മിക്സഡ് ഗപ്പിയുടെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ടാക്കാനും വേണ്ടിയുള്ള തുടക്കം നമുക്ക് ഇന്ന് കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വലിയ ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് മിക്സഡ് ഗപ്പി കൂടുതലായിട്ട് കുറേ വെറൈറ്റീസ് ചെയ്യാനുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്വാളിറ്റി കുറഞ്ഞ കുറച്ച് വെറൈറ്റീസും ഗപ്പിയും കൂടി ഉണ്ട്. അതൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു മിക്സഡ് ഗപ്പിയുടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ടാങ്കിനെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നാളെ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കഴിയുകയാണെങ്കിൽ ഉറപ്പ് പറയുന്നില്ല, കഴിയുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 2-3 വെറൈറ്റി ഗപ്പീസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നാളെ അടുത്ത ദിവസം നമുക്ക് യാത്ര പോകാൻ പറ്റുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു ഒരുക്കാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മളിപ്പോൾ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിൽ ഗപ്പികളെ ഇറക്കുന്നതിന് മുമ്പായിട്ട് അതിൽ വെള്ളം നിർത്തിയിട്ട് ഉണങ്ങിയ വാഴയില അതുപോലെ തന്നെ ഉണങ്ങിയ നമ്മുടെ മാവിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് വെള്ളം കണ്ടീഷൻ ചെയ്യാനും നല്ലതാണെന്നാണ് ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ നാളെയാണ് ഇതിന് മീനിടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നാ മീനിടാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ചെയ്യുന്നത് എത്രത്തോളം അവർക്കത് പെട്ടെന്നുള്ളൊരു എഫക്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നോ അല്ലെങ്കിൽ നാളെയാണ് മീനിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം മുമ്പൊക്കെ നേരത്തെ ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മീൻ ഇറക്കുന്ന സമയത്ത് തന്നെ മീനുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം ചില സമയത്ത് നമുക്ക് തന്നെ അറിയാം, ചില മീനുകൾ നമ്മൾ കൊണ്ടുവന്നാൽ പെട്ടെന്ന് മീനുകളൊക്കെ ഡെഡാവുന്നൊരു സാഹചര്യം ഉണ്ടാവും. കാരണം നമ്മളെ ഫാമിലെ വെള്ളവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ നമ്മളും പഠിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബൈ.